കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന ആരോപണവുമായി കുടുംബം. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ മാമിയുടെ സഹോദരി റംല, സഹോദരങ്ങളായ AK ഹസൻ, ആട്ടൂർ അബ്ദുള്ള എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ക്രൈംബ്രാഞ്ച് ഇപ്പോഴാണ് കണ്ടെത്തിയത്. നമ്മൾ മാമി മിസ്സായി 1-2 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. കാരണം അന്വേഷണ രീതിയിൽ, കാരണം ഇത്രയും CCTVകളുള്ള ഒരു പ്രദേശത്തു നിന്ന്, കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നാണ് മാമി മിസ്സായത്. അപ്പോൾ അവിടെ നിന്ന് മുതൽ തലക്കുളത്തൂർ വരെ ഇത്രയും CCTVകൾ ഉണ്ടായിട്ട് ഒന്നിൽ പോലും മാമി പതിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അന്ന് മുതലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇത് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുള്ളത്. അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണത്തിൽ ഉത്തരവിട്ടതും അന്വേഷണത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. പിന്നെ ഞങ്ങൾ അന്നേ സ്റ്റേഷനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ മിസ്സായ ഉടനെ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഡ്രൈവറെ പേരിൽ ഇവർ അന്വേഷിച്ചിട്ടുണ്ടല്ലോ, ഡ്രൈവറെ വീട്ടിൽ നമുക്ക് പോവാം, അന്വേഷിക്കാം, നമ്മൾ അവിടെ നിന്ന് അന്വേഷണം നടത്തണം എന്നാണ്. അപ്പോൾ അന്നേരം എന്താ DCP ലെവലിൽ ആരോ പറഞ്ഞ DCPൻ്റെ അടുത്ത് ഇപ്പം പോയതാണ് ഈ ഡ്രൈവർ, ഞാൻ എൻ്റെ വീട്ടിൽ CCTV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ അവിടെ വന്നോ എപ്പോൾ വേണമെന്ന് നോക്കാം. അതിനുശേഷം ഈ ഇയാളെ ജിജി സാറാ പറയുന്നത് അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത്, ഡ്രൈവറെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം അതായത് 11 മാസം കഴിഞ്ഞ, മാമി മിസ്സായി 11 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ രജീൻ്റെ അടുത്തേക്ക് ഒരു അന്വേഷണം വരുന്നത്. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ന്യൂസായി വരുന്നത്. ഞങ്ങൾ ഈ മിസ്സായ ഉടനെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, ഇത് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളത് പറഞ്ഞത് ഞങ്ങൾ ആദ്യം പറഞ്ഞാണ്. ഇപ്പോഴാണത് ക്രൈംബ്രാഞ്ച് പറഞ്ഞു നോക്കുമ്പോൾ അത് ന്യൂസായിട്ടുണ്ട്. അതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിന്